ഇറാൻ അമേരിക്ക യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശക്തമായ മറുപടിയുമായി ഇറാനും രംഗത്തെത്തി. യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് നൽകിയ മറുപടി. മേഖലയുടെ ഭാവി ഇപ്പോൾ ഇറാൻ സേനയുടെ കൈകളിലാണെന്നും അവർ ട്രംപിന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫ്ലോറിഡയിലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇസ്രായേലുമായുള്ള സംയുക്ത സൈനിക നടപടി അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിനാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. യുദ്ധം ഉടൻ അവസാനിക്കും, അത് വീണ്ടും ആരംഭിച്ചാൽ അവർക്ക് കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരും. പ്രത്യേക സമയപരിധിയെക്കുറിച്ച് പരാമർശിക്കാതെയായിരുന്നു ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന. ചില തിന്മകളെ ഇല്ലാതാക്കാൻ പശ്ചിമേഷ്യയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ യാത്രയായിരുന്നു ഇത് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവസാനിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്നും ട്രംപ് അതിനോടൊപ്പം പറയുന്നു. യുദ്ധം ഏതാണ്ട് പൂർണ്ണമായെന്ന് CBS ന്യൂസിനോടും ട്രംപ് പ്രതികരിച്ചിരുന്നു. അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി അധികം പരീക്ഷിക്കാതിരിക്കുന്നതാണ് ഇറാന് നല്ലത്. അങ്ങനെ ചെയ്താൽ അത് ആ രാജ്യത്തിന്റെ അവസാനമായിരിക്കും. അവർ എന്തെങ്കിലും മോശം ചെയ്താൽ അത് ഇറാൻ ആലോചിക്കുന്നതിലുമൊക്കെ അപ്പുറത്തായിരിക്കും. നിങ്ങൾ ഇനി ഒരിക്കലും പിന്നെ ആ പേര് പോലും കേൾക്കില്ല എന്നൊക്കെയുള്ള ഭീഷണിയുമൊക്കെയായിരുന്നു ട്രംപ് മുഴക്കിയിരുന്നത്. യുദ്ധം ഏറെക്കുറെ പൂർണ്ണമാണെന്ന് ഞാൻ കരുതുന്നു. മിക്കവാറും അവർക്ക് നാവികസേനയില്ല, ആശയവിനിമയമില്ല, അവർക്ക് വ്യോമസേനയില്ല, അവരുടെ മിസൈലുകൾ ചിതറിക്കിടക്കുകയാണ്, അവരുടെ ഡ്രോണുകൾ എല്ലായിടത്തും പൊട്ടിത്തെറിക്കുന്നു. ഡ്രോണുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഒന്നിനും തന്നെ ഉള്ള ശേഷിയില്ല, സൈനിക അർത്ഥത്തിൽ ഒന്നും ഇനി അവശേഷിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവന വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഇറാൻ ട്രംപിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയാണ്. യുദ്ധത്തിന്റെ അവസാനം നിർണ്ണയിക്കുന്നത് നിങ്ങളല്ല, അത് ഞങ്ങളായിരിക്കുമെന്നാണ് IRGCയുടെ പ്രസ്താവനയിൽ അവർ പറയുന്നത്. മേഖലയുടെ സമവാക്യങ്ങളും ഭാവിയും ഇപ്പോൾ ഞങ്ങളുടെ സായുധ സേനയുടെ കൈകളിലാണ്. അമേരിക്കൻ സൈന്യം യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും IRGC പറയുന്നുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം തടയാൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ഗ്യാസ് വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തിരുന്നു. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ എണ്ണവില എത്തിയിട്ടുള്ളത്. 11 ദിവസമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയുടെയും ചൈനയുടെയും ഫ്രാൻസിന്റെയും മേൽനോട്ടത്തിൽ വെടിനിർത്തലിന് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷയും ഇൻഷുറൻസും ഒരുക്കുമെന്നും ട്രംപ് ഉറപ്പ് നൽകി. എന്നാൽ ആക്രമണം നിർത്താതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത്. അതേസമയം തന്നെ ഇറാൻ മറ്റൊരു ഉപാധി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അംബാസഡർമാരെയും നയതന്ത്രജ്ഞന്മാരെയും ഏത് രാജ്യമാണോ പുറത്താക്കുന്നത് ആ രാജ്യത്തിന്റെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ അതിനുള്ള സൗകര്യം ഇറാൻ ഉണ്ടാക്കാം എന്നുള്ള ഇറാന്റെ ഒരു പ്രസ്താവന ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. അതൊരു മറ്റൊരു തന്ത്രമായി വിലയിരുത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ UAE വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിനുള്ള വേദി തങ്ങൾ ഒരുക്കില്ല, തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ശ്രമവും ഉണ്ടാവില്ല. നേരത്തെ UAEയും ഈ യുദ്ധത്തിൽ ഈ പാശ്ചാത്യ ശക്തികൾക്കൊപ്പം ചേരും എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. എന്നാൽ അവയൊക്കെ UAE അപ്പാടെ നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളില്ല, തങ്ങൾ യുദ്ധത്തിൽ പങ്കാളിയാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, തങ്ങളുടെ മണ്ണ് ഇസ്രായേലിനോ അമേരിക്കക്കോ യുദ്ധം ചെയ്യാൻ വിട്ടുകൊടുക്കില്ല എന്നുമുള്ള പ്രസ്താവനയും ക്ലാരിറ്റിയും UAE ഇപ്പോൾ ഇതിൽ വരുത്തിയിരിക്കുന്നു. ഈ ഒരു പ്രസ്താവനയോട് ഇറാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ഈ യുദ്ധത്തിൽ ട്രംപ് പറയുന്ന എല്ലാ വാദങ്ങളെയും ഇറാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്.